നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവേട്ടന്റെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടായില്ലല്ലോ. ഇനി ഒരു പിടി വെള്ളിയും ഞാൻ കാണുന്നില്ല. എന്റെ വിഷ്ണുവേട്ടൻ ഓടി തളർന്നു വന്നിരിക്കുക. വിഷ്ണുവേട്ടന്റെ ശാലിനി ഇത്രയും നാള് ജീവിച്ചത് വിഷ്ണുവേട്ടനിലേക്ക് എന്തെങ്കിലും എത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയാ ഇന്നെന്നേക്കുമായി അസ്തമിക്കാൻ പോകുന്നത്. അഗ്നിസാക്ഷിയായ എന്റെ കഴുത്തിൽ അണിയിച്ച താലി പോലെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിലും വിഷ്ണുവേട്ടൻ താലി കെട്ടാൻ പോകുന്നു. അതായത് വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒരു പടിയിറക്ക്, ഒരു പറിച്ചു മാറ്റം. പക്ഷെ അവസാന നിമിഷം വരെ വിഷ്ണുവേട്ടന് വേണ്ടി ഈ ശാലിനി പൊരുതും. കാരണം എനിക്ക് എന്റെ വിഷ്ണുവേട്ടനല്ലാതെ മറ്റാരുമില്ല. ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരികയില്ല. അതെന്റെ വിശ്വാസം. എപ്പോഴും പ്രതീക്ഷയില്ല. എന്നെ തേടി എന്നെ സഹായിക്കാനായി എവിടെ നിന്നെങ്കിലും ഒരു കോള് വരുമെന്നുള്ള പ്രതീക്ഷ. ചിലപ്പോൾ തോന്നലാവാം, മനസ്സിലെ ആഗ്രഹവും ആവാം. എന്തായാലും ഞാൻ പെട്ടെന്ന് അങ്ങനെ കീഴടങ്ങി തരാൻ ഒരുക്കമല്ല. കാത്തിരിക്കും. എനിക്ക് വേണ്ടി വിഷ്ണുവേട്ടനിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാനായി ഒരു അദൃശ്യ ശക്തിയുടെ സഹായം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെ. അശോക, ഞാൻ ആ പെൺകുട്ടിയുടെ വീട് തിരക്കി പോയി. എന്താ അതിന്റെ പേര്? മധുശ്രീ. മധുശ്രീ. വീട്ടിൽ ചെന്നിരുന്നു, പക്ഷേ വീട് ലോക്കാ. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എന്തായാലും ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടെ ഫോൺ വിളിച്ച് നോക്കാം. കിട്ടിയില്ലേ ഞാൻ പോവും. ശരി. ഇതാ മാഡം പറഞ്ഞ ആളാണല്ലോ. ഇത് തന്നെ ആള്. എന്റെ ജീവന്റെ ഒരു ഭാഗം ഇന്നെന്നേക്കുമായി നഷ്ടപ്പെടും. ഹർഷനെ കണ്ടെത്താനാവുന്ന പ്രതീക്ഷയും കൈവിട്ടുപോയ സ്ഥിതിക്ക് ഇനി വരുന്നതെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കേ നിവർത്തിയുള്ളൂ. എന്റെ സ്വപ്നങ്ങൾ, എന്റെ കാത്തിരിപ്പ് എല്ലാം ഇന്ന് 12 മണിയോടെ അവസാനിക്കും. ഒരു വഴി, ഒരേ ഒരു വഴി. അതെനിക്ക് തുറന്നു തരണേ എന്റെ കൃഷ്ണ. ഹലോ. മാഡം, ഞാൻ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയാ. മേഡം ഒരാളെ നോക്കണമെന്ന് പറഞ്ഞില്ലേ? അയാളിപ്പോ എന്റെ മുന്നിലുണ്ട്. ആര്? ഹർഷനോ? മേഡം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നില്ലേ? അയാള് തന്നെ. പ്ലീസ് ഫോൺ അയാൾക്ക് കൊടുക്കാവോ? മേഡം, അയാളെന്റെ കുറച്ച് അപ്പുറത്താ, ഗാന്ധി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിനടുത്ത്. മാഡം ഇങ്ങോട്ട് പെട്ടെന്ന് വരാമോ? ഞാൻ പെട്ടെന്ന് അവിടേക്ക് എത്താം. അതുവരെ അയാളൊന്ന് ബ്ലോക്ക് ചെയ്തേക്കണേ. അത് ഞാനേറ്റു മാഡം. മാഡം പെട്ടെന്നൊന്ന് വന്നാ മതി. ശരി. ഈശ്വര,
ഹലോ സാർ, ഞാൻ രാജീവ്, ഇവിടെ അമ്പലത്തിലെ സെക്യൂരിറ്റിയാ. ആ ചേട്ടാ നിർത്ത് മാഡം സാറിനെ തിരക്കി ഇവിടെ ക്ഷേത്രത്തിൽ ഒരുപാട് നടന്നു. മാഡം വരുന്നതിന് തൊട്ടു മുമ്പ് സാറും സാറിന്റെ ഒരു കൂട്ടുകാരനും കൂടി അവിടെ സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടതാ. എന്തായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സമയമായി. ഒരു ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ആ എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. എവിടെ എത്തിയെന്നെങ്കിലും അറിയാമല്ലോ. ശരി. ഹലോ മാഡം എവിടെ എത്തി മാഡം? ഞാനിത് ഗാന്ധി ജംഗ്ഷൻ എത്താറായി. മാഡം, എനിക്ക് അർജന്റായി ക്ഷേത്രം വരെ പോകണം. ആ സാർ ഇവിടെയുണ്ട്. മാഡം വരുമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും പോരുതെന്ന് പറ. ഞാനിത് ഇവിടെ അടുത്തെത്തി. ശരി മാഡം. മാഡം ഇവിടെ അടുത്ത് എവിടെയോ എത്തിയിട്ടുണ്ട്. സാറിനോട് പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എന്തോ വളരെ അത്യാവശ്യമുള്ള കാര്യം പറയാനാ. ഇല്ലെങ്കിൽ പിന്നെ സാറിനെ ഇങ്ങനെ തിരക്കി നടക്കില്ല. ഇയാൾ പൊയ്ക്കോ. എന്നെ കാണാനായി ഇത്രയധികം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സീരിയസ് ആയിട്ട് എന്നോടെന്തോ പറയാനുണ്ടാവും. ഞാൻ കണ്ടിട്ടേ പോവും, തീർച്ച. എനിക്ക് ആ മാഡത്തിന്റെ നമ്പർ തന്നെങ്കിൽ. ആ, എന്നാ ഞാൻ പോയിക്കോട്ടെ സാറേ. ആ ശരി. ശരിയാണ്. ചേട്ടാ, ഈ അമ്പലത്തിലേക്കുള്ള വഴി ഇതേ നേരെ അങ്ങോട്ട് പോയാ. ഹലോ ഹലോ മാഡം. ഏയ് ഹലോ ഹലോ മാഡം. ഹലോ. ഏയ് ഒന്ന് പിടിക്കാം, ഒന്ന് പിടിച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.